കൂത്താട്ടുകുളം നഗരസഭ LDF-ന് നഷ്ടമായി. ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് ഭരണം നഷ്ടമായത്. CPIM അംഗം കലാരാജു പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 25-അംഗ നഗരസഭയിൽ 13 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ 12 പേർ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്തുവെന്ന LDF ചോദിച്ചു വാങ്ങിയ പരാജയമാണെന്നും കലാരാജു പ്രതികരിച്ചു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്ന് വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പറഞ്ഞു. ഇത് ഇവര് ചോദിച്ച് മേടിച്ച പരാജയമാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനായി പിറന്ന ആരാണേലും ചിന്തിക്കുക, ആരാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത്? ജനുവരി 18-ാം തീയതി അവിശ്വാസത്തിൽ പങ്കെടുക്കാൻ വന്ന എന്നെയാണ് അവരുടെ ഒപ്പം നടന്ന് 25 വർഷക്കാലം പല മേഖലകളിലും പ്രവർത്തിച്ച എന്നെ അവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജനമധ്യത്തിൽ എൻ്റെ വസ്ത്രം വരെ വലിച്ചൂരുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ചിന്തിച്ചത്, കാരണം ഇത് എല്ലാത്തിനും ഒരു അവസാനമുണ്ടല്ലോ, ഒരു സ്ത്രീയെയും എനിക്ക് വന്ന ഈ അനുഭവം നാളെ ഒരാൾക്കും ഉണ്ടാകരുത്. പ്രതികരിച്ചു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, കലാരാജു പറഞ്ഞതുപോലെ കലാരാജുവിനെ കയ്യേറ്റം ചെയ്ത ദൃശ്യങ്ങളടക്കം കേരളം കണ്ടതാണ്. ഇപ്പോൾ ഒടുവിൽ ഭരണം നഷ്ടമാകുന്നതിലേക്ക് ആ വിഷയം എത്തിച്ചേർന്നിരിക്കുന്നു. അർജുൻ. തീർച്ചയായും സ്മൃതി, 6 മാസം മുൻപ് ജനുവരി 18-ാം തീയതി നടത്തിയ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് വേണ്ടി എത്തിയ കലാരാജുവിനെ CPIM നേതാക്കളും മറ്റും തട്ടിക്കൊണ്ടുപോവുകയും അത് വലിയ തോതിൽ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തതാണ്. എന്തായാലും വീണ്ടും ഒരു അവിശ്വാസ പ്രമേയം ഇവിടെ UDF കൊണ്ടുവരുന്നു. അത് പാസ്സായിരിക്കുന്നു. അത്തരത്തിൽ കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് ഭരണം നഷ്ടമായിരിക്കുന്നു. 25-അംഗ നഗരസഭയിൽ 13 അംഗങ്ങളാണ് LDF-ന് ഉണ്ടായിരുന്നത്. 11 അംഗങ്ങളും ഒരു സ്വതന്ത്രനുമാണ് UDF പക്ഷത്ത് ഉണ്ടായിരുന്നത്. അവർക്കൊപ്പമാണ് ഈ CPM-ന്റെ കലാരാജു കൂടി അവരെ UDF-നെ പിന്തുണച്ചുകൊണ്ട്, പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്തത്. ഇതോടുകൂടിയാണ് രാവിലെ ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നത്. ഇനി 3 മാസം മാത്രമാണ് കാലാവധിയുള്ളത്. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയവും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും CPM ഇത്തവണ ഇതിനെ പ്രതിരോധിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അത്തരത്തിൽ നേതാക്കളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നുമില്ല. പക്ഷേ UDF പക്ഷത്താണെങ്കിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അതോടൊപ്പം തന്നെ മാത്യു കോൽനാടൻ MLA തുടങ്ങിയവരൊക്കെ തന്നെ പിന്തുണയുമായി രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് കുതിരക്കച്ചവടവും സാമ്പത്തിക ഇടപാടുമാണ് ഇതിന് പിന്നിലെന്ന പ്രതിരോധമാണ് ഇപ്പോൾ CPM തീർക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.